സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 2-ാം അധ്യായം 4-5 വാക്യങ്ങൾ. അതിനെ വെള്ളിയെപ്പോലെ അന്വേഷിച്ച് നിക്ഷേപങ്ങളെപ്പോലെ തിരയുന്നു എങ്കിൽ നീ യഹോവ ഭക്തി ഗ്രഹിക്കുകയും ദൈവപരിജ്ഞാനം കണ്ടെത്തുകയും ചെയ്യും. ജീവിതത്തിൽ പല മേഖലകളിലും വിജയം വരിച്ചവരെ നാം അതിശയത്തോടെ നോക്കാറുണ്ട്. ചിലരെങ്കിലും കുറുക്കു വഴികളിലൂടെ ആ നിലയിൽ എത്തിച്ചേർന്നവരെന്ന് ആക്ഷേപിക്കാറുമുണ്ട്. എന്നാൽ അതെല്ലാവർക്കും ബാധകമാകണമെന്നില്ല. നിരന്തരമായ കഠിനാധ്വാനം അവരുടെ ജീവിതത്തെ ലക്ഷ്യത്തിലെത്തിച്ചതാകാനാണ് കൂടുതൽ സാധ്യത. കഴിവുള്ള പലരും അവരുടെ കഴിവിനൊത്ത് അധ്വാനിക്കാതെ എത്തേണ്ടിടത്തെത്താൻ കഴിയാതിരിക്കുമ്പോൾ കഴിവ് കുറവായിരുന്നിട്ടും കൃത്യമായ പദ്ധതിയോടെ പ്രവർത്തിച്ച് ഉന്നതങ്ങളിലെത്തുന്നവരെയും കാണാം. അവരെ കണ്ട് അസൂയപ്പെടുകയും ദൂഷണം പറയുകയും ചെയ്യുന്നതിനേക്കാൾ നല്ലത് വിജയത്തിനായി അവർ ചെയ്ത കാര്യങ്ങൾ പഠിച്ച് സ്വജീവിതത്തിലും അത് മാതൃകയാക്കുകയാണ്. ജ്ഞാനത്തിൻ്റെ മൂല്യവും അത് കണ്ടെത്താനുള്ള വഴിയുമാണ് ഈ വാക്യത്തിൽ പറയുന്നത്. വെള്ളിയും പൊന്നും പോലുള്ള നിക്ഷേപങ്ങളെക്കാൾ അത് വിലയേറിയതാണ്. മനുഷ്യർ ഈ നിക്ഷേപങ്ങൾ കണ്ടെത്തി സ്വന്തമാക്കാനായി എന്ത് പരിശ്രമവും നടത്തും. വിശ്രമമില്ലാതെ അതിനായി പ്രയത്നിക്കും. തലമുറകളോളം സമ്പന്നതയുടെ കൊടുമുടിയിലെത്തിക്കാൻ ഇവയ്ക്ക് കഴിയുമെന്ന് മനസ്സിലാക്കിയാണ് ഈ പ്രയത്നിക്കുന്നത്. എല്ലാവരും അതിൽ വിജയിക്കണമെന്നില്ല. എന്നാൽ അവർ വെട്ടിയ വഴികളിലൂടെ പലരും ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരും. മടുത്തുപോകാതെ ഭൂനിക്ഷേപങ്ങൾക്കായി മനുഷ്യർ അധ്വാനിക്കുന്നെങ്കിൽ അതിനേക്കാൾ പ്രധാനമാണ് ജ്ഞാനത്തിനായുള്ള അന്വേഷണം എന്ന് ഉപമിക്കുന്നു. തൻ്റെ ഭാഗത്തു നിന്ന് പരിശ്രമിക്കാതെ ജ്ഞാനം പ്രാപിക്കാൻ കഴിയുകയില്ല എന്ന് മനസ്സിലാക്കുക. എന്നാൽ അതിനായി നിരന്തരം അന്വേഷണം നടത്തുന്നവരെ ദൈവം സഹായിക്കും. മാത്രമല്ല, ഈ ജ്ഞാനം അവരെ ദൈവത്തെക്കുറിച്ചും കൂടുതൽ അറിയുന്നതിന് സഹായിക്കും. ജീവിത അവസാനം വരെ നാം പല നിലകളിൽ പഠനം തുടർന്നുകൊണ്ടിരിക്കുന്നവരാണ്. എങ്കിലും ദൈവകൃപയിൽ ആശ്രയിച്ച് ബോധപൂർവം പഠനത്തിനായി അധ്വാനം നടത്തിയാൽ നാം ദൈവത്തിനും മനുഷ്യർക്കും കൂടുതൽ പ്രയോജനമായി മാറും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.